നമസ്കാരം. കഴിഞ്ഞ ദിവസം തടികൾ അളവെടുക്കുന്നതിനെ പറ്റിയിട്ട്, അതായത് ടേപ്പ് പിടിക്കുന്നതിനെ പറ്റി, അതിൻ്റെ മെഷർമെൻറ്റ് നോക്കുന്നതിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ തടിയുടെ വോളിയം കണക്കാക്കുന്ന രീതിയാണ്. അതായത് വോളിയം കണക്കാക്കുക എന്ന് പറയുന്നത് ഒരു തടി കഷ്ണം എത്ര കുബി ഉണ്ട് എന്നുള്ള അളവ് കണക്കാക്കുന്നത്. അത് വളരെ സിമ്പിളാണ്, സിമ്പിൾ അരിത്തമെറ്റിക് ആണ്, പെട്ടെന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, എല്ലാവർക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതായത് 10 അടി നീളമുള്ള ഒരു തടിയാണെങ്കിൽ അതിൻ്റെ നടുവിലെ വണ്ണം 48 ഇഞ്ചാണെന്ന് വെച്ചോളൂ. അപ്പോൾ ആ വണ്ണത്തിന് 4 കൊണ്ട് ഹരിക്കുക പറയുന്നത് ഡിവൈഡ് ചെയ്യുക. അതായത് അപ്പോൾ 48ന് ബൈ 4 എന്ന് വരുമ്പോൾ 12. അപ്പോൾ ആ കിട്ടുന്ന സംഖ്യ 12, ആ 12നെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുക, അത് പിരിക്കുക. 12 ഇൻറ്റു 12, അപ്പോൾ 144 എന്ന് കിട്ടും. ആ കിട്ടുന്ന ഫിഗറിനെ 144നെ വീണ്ടും നീളം കൊണ്ട് പെരുക്കുക, അതായത് 10 കൊണ്ട് പെരുക്കുക. അപ്പോൾ 10 ഇൻറ്റു 144 1440. അതിനെ കുബിക്കടിയാക്കാൻ 144 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 10 കുബിന്ന് കിട്ടും. അതാണ് അപ്പോൾ ആ തടിയുടെ വോളിയം. 10 അടി നീളം 48 ഇഞ്ച് വണ്ണമുള്ള ഒരു തടിയുടെ വോളിയം ഈ 10 കുബിയാണ്. മനസ്സിലായില്ലേ? അതായത് സിമ്പിൾ അരിത്തമെറ്റിക് പറഞ്ഞ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സിലിണ്ടറിന്റെ വോളിയം കണക്കാക്കുന്ന πr²h, ആ ഫോർമുലയാണത്. ഇതേപോലെ തന്നെയാണ്. ഇനിയിപ്പോൾ സെന്റിമീറ്ററിലാണ് അളക്കുന്നതെന്ന് വെച്ചാൽ 2 മീറ്റർ നീളം 100 സെന്റിമീറ്റർ വണ്ണമുള്ള ഒരു തടിയാണെങ്കിൽ ആ 100നെ 4 കൊണ്ട് ഹരിക്കുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 25 കിട്ടും. ആ 25നെ 25 കൊണ്ട് വീണ്ടും ഗുണിക്കുക. അപ്പോൾ 625, 25 × 25 625. അതിനെ 2 മീറ്റർ ആണോ നീളം, അപ്പോൾ 2 കൊണ്ട് പിരിക്കുക. അപ്പോൾ 625 ഇൻറ്റു 2 1250. ഈ 1250 എന്ന് പറയുന്നത് സെന്റിമീറ്റർ ആയതുകൊണ്ട് കുബിക് മീറ്റർ ആണ്. അതിനെ മീറ്റർ കുബിക്കടിയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 35.315 എന്ന ഫാക്ടർ കൊണ്ട് ഗുണിക്കണം. ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ, 35.315 ആ ഫാക്ടർ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കുബിക്കടി ആയിട്ട് കിട്ടും. അപ്പോൾ കിട്ടുന്നത് 625 ഇൻറ്റു 2 1250 ഇൻറ്റു 35.315 സമം 4.4 CFT എന്ന് കിട്ടും. അപ്പോൾ മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് തടിയുടെ വോളിയം കണക്കാക്കുക. ഇതേപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. അറുത്തുരുപ്പടിയുടെയാണ് കണക്കാക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 6 അടി നീളമുള്ള ഒരു കട്ട്ളയുടെ കാല്, 4 ഇഞ്ച് വീതി, 3 ഇഞ്ച് കനം. അപ്പോൾ 6 ഇൻറ്റു 4 ഇൻറ്റു 3 6 ഗുണനം 4 ഗുണനം 3 24 3 72നെ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ 144 കൊണ്ട് ഹരിക്കുക. അപ്പോൾ കിട്ടുന്നത് എത്രയാ? 0.5. അപ്പോൾ അത് 0.5 CFT ആണത്. 0.5 CFT. അങ്ങനെയാണ് അറുത്തുരുപ്പടിയുടെ വോളിയം കണക്കാക്കുക. ഇത് തന്നെയാണ് പലകയാണെങ്കിലും ഇതേപോലെ തന്നെ 6 അടി നീളം 12 ഇഞ്ച് വീതി 1 ഇഞ്ച് കനമുള്ള ഒരു പലകയാണെങ്കിൽ 6 ഇൻറ്റു 12 ഇൻറ്റു 1 72. കാരണം 144 0.5 CFT. ഇതാണ് വോളിയം കണക്കാക്കാനുള്ള മെത്തേഡ്.